ദേശീയപാത NH-66 ഇന്നലെ കൊല്ലത്ത് കൊട്ടിയത്ത് വെച്ച് വളരെ ഗുരുതരമായ രീതിയിൽ തകർന്ന് വീഴുന്ന കാഴ്ച കേരളം വളരെ ഞെട്ടലോട് കൂടിയാണ് കണ്ടത്. കോഴിക്കോടും മലപ്പുറവും ശേഷം ഇപ്പോൾ കൊല്ലത്തും ദേശീയപാത തകരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ന് കേരളത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. NHAI എന്ന് പറയുന്ന സംവിധാനം രാജ്യത്തെ ജനത്തിൻ്റെ നികുതി പണത്തെ കൊള്ളയടിക്കുന്ന ഒരു വെള്ളാനയായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടങ്ങളിൽ എല്ലായിടങ്ങളിലും കടന്നുപോയി. അദ്ദേഹം ഒരു ട്രാക്ക് സ്യൂട്ടും പിന്നെ ടീഷർട്ടും ഷൂവും ഒക്കെ ധരിച്ച് അവിടെ റീൽസ് എടുക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ആ റീൽസ് എടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊരു നാഴികക്കല്ലാണ്, തൊട്ടുനോക്കുന്ന വികസന പ്രവർത്തനമാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്നതെന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് നിരന്തരമായി ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തെ വിലയിരുത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് നിരന്തരമായി വിലയിരുത്തുന്ന ഒരു ദേശീയപാത നിർമ്മാണത്തിനകത്ത് എങ്ങനെയാണ് കേരളത്തിനകത്ത് ഇതുപോലെ ഒരു ദേശീയപാത നിർമ്മാണത്തിൽ നിന്ന് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഇന്നലെ സ്കൂൾ കുട്ടികളടക്കം ആ വഴിയിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകൾ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലും അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകളുമൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഈ തകർച്ചയിൽ ഉത്തരവാദിത്തമില്ലേ? ശിവാലയ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തതിന് ശേഷം ഈ പാത കടന്നു പോകുന്ന ഇടങ്ങളിൽ എല്ലാ ഇടങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇവിടെ ചതുപ്പ് നിലങ്ങളും അതോടൊപ്പം തന്നെ മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളും പാടശേഖരങ്ങളും മണ്ണിന് ഉറപ്പുള്ള സ്ഥലങ്ങളുമെല്ലാം ഒരുപോലെ കണക്കാക്കി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല, പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പഠനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റും പൊതുമരാമത്ത് വകുപ്പും എല്ലാം തന്നെ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളതെന്ന് കേരളത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലകളിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പൂർത്തിയാകുന്ന ഘട്ടങ്ങളിൽ എല്ലായിടത്തും നടന്ന് റീൽസ് എടുത്തിട്ടിരുന്ന ആ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഇപ്പോൾ തകർന്നു വീഴുന്ന ദേശീയപാതയുടെ പരിസരങ്ങളിലും പോയി ഒരു റീൽസ് എടുത്ത് കേരളത്തെ പൊതുജനത്തെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്.